ഹലോ ഫ്രണ്ട്സ്, റോക്ക് ആൻഡ് സോൾട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ കൂന്തൽ റോസ്റ്റും കൂടാതെ തന്നെ മുള്ളൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലേ? ഓക്കെ. കൂന്തൽ ക്ലീൻ ചെയ്യാം. അതിലെ തൊലി ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിയുമ്പോൾ തന്നെ തൊലി കാര്യങ്ങളിങ്ങനെ പോരും. കത്തി ഉപയോഗിക്കണമെന്നില്ല. ഒരു മഷി ഉണ്ട് ഇതിനകത്ത്, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. എല്ലാ ഭാഗങ്ങളും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇത് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം സിമ്പിളായിട്ട് ഓക്കെ കണ്ടില്ലേ, റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ കൂന്തൽ വേവിക്കാൻ പോകുന്നതാണ്. ഇതിലോട്ട് 2 പച്ചമുളകും ഇത്തിരി മഞ്ഞളും ഇഞ്ചി ഇടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഇതിൻ്റെ ഏകദേശം പകുതി മതിയാവും. നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ കൂന്തൽ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ മസാല കൂട്ടുണ്ടാക്കാം. ഓക്കെ, നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. മൂന്ന് സവാള ഇടാം. ഇതിലേക്ക് ഒരു മീഡിയം സവാള എടുത്താണ് 3. വെളുത്തുള്ളി, കൂടാതെ തന്നെ പച്ചമുളക് ഒരു 4. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് കൂന്തൽ, എന്നാലും ഒരു എരിവിനായിട്ടാണ്. ഒരു ലേശം വേപ്പില ഇത്ര നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക്, ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ, ഇത് കടുക് ഇടിച്ചതാണ്, അതും 1/4 ടേബിൾ സ്പൂൺ. മഞ്ഞൾ നമ്മൾ ഓൾറെഡി ഇട്ടാണ് വേവിച്ചത്, എന്നാലും ഒരു 1/4 ടേബിൾ സ്പൂൺ നമുക്കിടാം. ആവശ്യത്തിന് ഉപ്പ്. കൂന്തലുണ്ടല്ലോ വേവിച്ച് വെച്ചാൽ പലയിടത്തും കണവെന്നൊക്കെ പറയും ഇതിന്. നമുക്ക് മിക്സ് ചെയ്യാം. ഇനി മൂടി വെക്കാം. ഒരു 15 മിനിറ്റോളം മൂടി വെക്കാം നമുക്ക് സ്ലോ ഫ്ലെയിമിൽ. തുറന്നു നോക്കാം. എന്താ, നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലേ, ഒരു ലേശം ഗ്രേവിയിൽ ചെന്നോട്ടെ. നമുക്കിതിലേക്ക് വേപ്പിലിട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മൾക്കിനി മീൻ വറുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനും എടുക്കാം.
ഇത് അപ്പോഴേക്കും ചൂടൊക്കെ ആറി നമുക്ക് കഴിക്കുന്ന ഒരു രീതിയിലാവും. ഓക്കെ, ഇന്ന് നമ്മളിവിടെ കഴിക്കാനായിട്ട് നിശാന്തും ദീപുബോയാണ് വരുന്നത്. നമുക്ക് അവരെ കൂടെ അങ്ങ് വിളിക്കാം. നമുക്കിത് മൂടി വെക്കാം. മീനിൻ്റെ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട്. വറക്കുമ്പോൾ ഇതേപോലെ അതിൻ്റെ മുട്ട കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് ഫില്ല് ചെയ്യാം. നമ്മൾ ഈ മസാലയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി, 1/4 ടീസ്പൂൺ മഞ്ഞളും, കൂടാതെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 എണ്ണം വീതം ഇടിച്ചത്, കൂടാതെ തന്നെ ഒരു പച്ചമുളകും. ഇത് എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണയും 1/2 നാരങ്ങയും ആയിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 15-20 മിനിറ്റോളം വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് വറക്കാം. നമുക്കിനി മീൻ വറക്കാം. ഉള്ള അടിപൊളി മീൻ വറുക്കണം. നമുക്ക് ഇതിനെ മുകളിലോട്ട് ഇത്തിരി എണ്ണ കൂടി സൈഡിലോട്ട് ഇങ്ങനെ തൂക്കിക്കാം. ഇനി നമുക്ക് തിരിച്ചിടാം. സ്ലോ കുക്കിങ്ങിലാണ്. അപ്പം അങ്ങനെ നമ്മളെ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇത്തിരി നാരങ്ങ ഇട്ട് കൊടുക്കാം.
നമ്മുടെ കൂന്തൽ റോസ്റ്റ്. ഇനി നമുക്ക് ചോറുണ്ട് കൂടെ കഴിക്കാം. പ്രധാനമായിട്ട് കാര്യങ്ങളാണ് സ്ക്വിഡും കടൽ ഫിഷും. കടൽ ഫിഷ് നമുക്ക് നീളമുള്ള കണവയെന്ന് പറയും. സ്ക്വിഡ് എന്ന് വെച്ചാൽ കുറച്ച് പരന്നതായിരിക്കും. എല്ലാം നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. മസാലക്കൂട്ടുകളും കറക്റ്റ്, കണവ കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. കണവ വെന്തില്ലെങ്കിൽ റബ്ബർ പോലെ കിടക്കും. ഇതിപ്പം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണവ കറക്റ്റായിട്ട് നന്നായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റിനെ പറ്റി ദീപയ്ക്ക് എന്താണ് പറയാനുള്ളത്? ദീപ് ആലപ്പുഴയാണ് സ്ഥലം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല അല്ലേ? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഏറെക്കാലത്തിന് ശേഷമാണ് കൂന്തൽ കഴിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചാൽ മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ചെറുതായിട്ട് ഒരു പീസ് എടുത്തിട്ട് നമ്മളിവിടെ ഗാർണിഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഒരിയൻ്റെ ഒരു പീസ് എടുത്ത് നമ്മൾ പറയേണ്ടില്ലല്ലോ. ഫ്രൈ ചെയ്ത മീനും സവാളയും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് കാരണം അതിൻ്റെ ഒരു മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ ആദ്യം കൂന്തലെടുക്കണം. ഓക്കെ, നമ്മൾ മീനിൻ്റെ ചെറിയൊരു കഷ്ണങ്ങൾ ഉണ്ടല്ലേ, ചോറിലോട്ട് നമ്മൾ കൂന്തലുകൾ കൊടുക്കാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല എല്ലാം നന്നായിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ കുക്ക് ചെയ്യാം. ഇതുപോലെ ഗ്രേവി ടൈപ്പിലും ചില ആളുകൾ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ചോറിനോട് കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ ഗ്രേവി ടൈപ്പിലാണ് ടേസ്റ്റ്. നമ്മുടെ മീൻ ഓക്കെ, ഇന്ന് മേടിച്ചിട്ട് മീൻ എന്ന് പറഞ്ഞാൽ മുള്ളനാണ്. നന്നായിട്ട് പൊള്ളിച്ചെടുക്കുന്നത്. നന്നായി നാരങ്ങ കിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സവാള ഇട്ടൊന്ന് കഴിച്ചു നോക്കാം. സവാള ആണ് മീൻ. നന്നായിട്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോസ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.